ടൊളന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ്. ഹെർമോയ്ക്ക് സമീപം സെയിന്റ് ആഞ്ചലോയിൽ പുണ്യവതിയായ ഒരു മാതാവിന്റെ നിരന്തരമായ പ്രാർത്ഥനകളുടെ ഫലമായി അത്ഭുതകരമായി പിറന്ന ശിശുവാണ് വിശുദ്ധ നിക്കോളാസ്. 1245 അദ്ദേഹം ജനിച്ചത്. മാമോദീസായിൽ പ്രാപിച്ച വിശുദ്ധി അദ്ദേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിരുന്നില്ല. നിരന്തരം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ച ഈ ബാലൻ ദരിദ്രരോട് അതിസാധാരണമായ കരുതലും സ്നേഹവുമാണ് പ്രകടിപ്പിച്ചിരുന്നത്. കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ചിരുന്ന നിക്കോളാസ് തന്റെ 18-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ സഭയിൽ പ്രവേശിച്ചു. സഭാനിയമം അനുവദിച്ചിരുന്നതിലും അധികമായ തപക്രിയകളാണ് വിശുദ്ധൻ അവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തെ അതിയായി സ്നേഹിച്ച ലോറൻസ് അവിടുത്തെ കരങ്ങളിൽ വഹിക്കുന്ന പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. വിശുദ്ധൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് കണ്ണുനീർ ധാരയായി ഒഴുകിയിരുന്നു. ഒരു വിശുദ്ധൻ കുർബാന അർപ്പിക്കുന്നതുപോലെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾക്കു വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മിക്ക അവസരങ്ങളിലും വിശുദ്ധൻ ആർക്കുവേണ്ടിയാണോ കുർബാന അർപ്പിച്ചത് ആ ആത്മാവ് ദൈവസന്നിധിയിൽ പ്രവേശിച്ചുവെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രയത്നിച്ചിരുന്ന വിശുദ്ധനെ ഇനിയും പാപവഴി ഉപേക്ഷിക്കാത്ത അനേകർ ഉണ്ടെന്നുള്ള വിചാരം വല്ലാതെ വേദനിപ്പിച്ചു. ദൈവത്തെയും മനുഷ്യനെയും സേവിക്കുവാൻ സദാ പരിശ്രമിച്ചിരുന്ന അദ്ദേഹത്തെ തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഭയം സദാ അലട്ടിയിരുന്നു. ഞാൻ സേവിക്കുന്ന കർത്താവിന്റെ മുന്നിൽ സ്വർഗരാജ്യം പോലും പരിശുദ്ധിയുള്ളതല്ലാത്ത സ്ഥിതിക്ക് പാപിയായ ഞാൻ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ എപ്രകാരം നിൽക്കും എന്ന് വിശുദ്ധൻ എപ്പോഴും പറഞ്ഞിരുന്നു. ഇത്തരം ചിന്തകളാൽ അസ്വസ്ഥതപ്പെട്ടിരുന്ന വിശുദ്ധന് ഒരിക്കൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: നിക്കോളാസേ, നീ ഭയപ്പെടേണ്ട, നിന്നിൽ യാതൊരു പാപവുമില്ല. ഇതിനുശേഷമാണ് വിശുദ്ധന് ആത്മസമാധാനം ലഭിച്ചത്. അവസാനം മരണത്തോടടുത്തപ്പോൾ വിശുദ്ധന്റെ മുഖം സന്തോഷത്താൽ പ്രശോഭിച്ചിരുന്നു. ഈശോ മിശിഹായും ദൈവമാതാവും വിശുദ്ധ അഗസ്റ്റിനും തങ്ങളോടുകൂടി ചേരുന്നതിനായി തന്നെ ക്ഷണിക്കുന്നതായി വിശുദ്ധൻ ദർശിച്ചു. 1306 സെപ്റ്റംബർ 10 നിക്കോളാസ് നിത്യസമ്മാനത്തിനായി ഈ ലോകത്തുനിന്ന് യാത്രയായി.